നെല്ല് കുത്തുമ്പോ പ്രസവിച്ചോണ്ടാവും നാണിയമ്മയുടെ മുമ്പ് പുഷ്പാങ്കത ഈന്നായത്. വേണ്ട വേണ്ട, അങ്ങനെ ഭാരിച്ച അധ്വാനമൊന്നും ആ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കണ്ട. എന്ന് വെച്ച് അങ്ങനെ വെറുതെ ഇരുത്തുക വേണ്ട. അനുഭവസ്ഥര് പറഞ്ഞതല്ലേ, വേണമെങ്കിൽ കുറച്ചു നേരം നടന്നോട്ടെ. കേട്ടോ ടീച്ചറെ, ഗർഭകാലത്തും പ്രസവകാലത്തും ഭർത്താവിന്റെ പ്രേരണ എണ്ണ കാച്ചാനുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇനിയത്തെ തവണ വരുമ്പോ കുറച്ച് നല്ല ഇഞ്ചയും വാവപ്പൊടിയും കൊണ്ടുവന്നോളൂ. പിന്നെ കുറച്ച് കാട്ടുമഞ്ഞളും തേനും. വയറ്റിലായിരിക്കുമ്പോഴും പ്രസവിച്ചു കഴിയുമ്പോഴും ചില പച്ചമരുന്നൊക്കെ കൊടുക്കാറില്ലേ? അതെന്തൊക്കെയാന്ന് വെച്ചാ കൊണ്ടുവന്നോളൂ. പോയിക്കോളൂ. ഇതെന്തൊക്കെയാ വാങ്ങിട്ട് വന്നിരിക്കണേ? എപ്പോഴായാലും വാങ്ങണം. കണ്ടപ്പോ ഇഷ്ടം തോന്നി വാങ്ങി. നീ വെക്കോ. കേട്ടോ ടീച്ചറെ, ഡോക്ടർ പറഞ്ഞതിന്റെ 2 ദിവസം അപ്പറായാലും ഇപ്പറായാലും നല്ല നാളുകളാ. 13 14-ാം തീയതി ആണെന്ന് വെച്ചാ ബഹുവിശേഷ. അഷ്ടമിരോഹിണി. അഷ്ടമിരോഹിണിയാണെങ്കില് പേര് ഉണ്ണികൃഷ്ണൻ ഇടാം. അപ്പൊ ആൺകുട്ടിയാണെന്ന് മായമ്മ അങ്ങോട്ട് ഉറപ്പിച്ചു അല്ലേ? കയ്യുണ്യാദി എണ്ണ ഇതാരാദി ഘൃതം. രവിയേട്ടന്റെ കത്തുണ്ട്. എന്താ വിശേഷം? വരുന്നുണ്ട് ഇത്രേ. എപ്പാ? ഹോസ്പിറ്റലിലേക്ക് പോകും മുമ്പേ എങ്ങനെ എത്താമെന്ന്. ആശ്വാസായി. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ ഒരാളായല്ലോ. നോക്കട്ടെ. അല്ല മാഷേ, മായമ്മയുടെ അച്ഛനെ ഈ വിവരം ഒന്ന് അറിയിക്കണ്ടേ? അറിയിക്കേണ്ട ഒരു കുറവേ ഉള്ളൂ. അക്ഷണം പലഹാരക്കൊട്ടയായിട്ട് വന്ന് മോളെ എഴുന്നള്ളിച്ചോണ്ടങ്ങ് പോവും പ്രസവത്തിന്. ഭ്രാന്തുണ്ടോ ടീച്ചർക്ക്? ഇനി നമ്മൾ തന്നെയാ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ. അപ്പോ ഈ കത്തൊന്ന് ഓപ്പിലെ സിസ്റ്ററിന്റെ കൊടുത്തേക്ക്. ശരി. കുറെ നേരം ആയില്ലേ രണ്ടാളും ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? മുറിയിൽ പോയി ഇനി കുറച്ചു നേരം കിടന്നുള്ളൂ. ഞാനുണ്ടല്ലോ ഇവിടെ. വേണ്ട രവിയെ, കിടന്നാല് കിടക്കാൻ പറ്റില്ല.
മായയുടെ അച്ഛനോ ഹസ്ബൻഡോ ആരെങ്കിലും ഒരാൾ ഇതിലൊന്ന് ഒപ്പിടണം. സിസേറിയൻ അതുകൊണ്ടാ. ഇതെവിടെ? താങ്ക്സ്. ആൺകുട്ടിയാ? മായമ്മ സുഖായിരിക്കുന്നു. മായമ്മ എപ്പോ കൊണ്ടുവരും? കുറച്ച് താമസിക്കും. ഡ്രസ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. കുട്ടിയെ തൊട്ടിൽ കിടത്തിക്കോളൂ. വീരാ, ആശിച്ച പോലെ തന്നെ ഇന്ന് അഷ്ടമിരോഹിണിയാ നാളെ. മാഷേ, മാഷ് നോക്കി നിൽക്കാതെ ആ തേനും മയമ്പൊന്ന് ചാരിച്ചേ. ഉണ്ണി, ഉണ്ണികൃഷ്ണ, പൊന്നുമോനെ, മോനൊന്ന് നോക്കിയേ. ഇതാരൊക്കെയാന്നൊന്ന് നോക്കിയേ. മുത്തശ്ശിയൊന്ന് നോക്കുമോനെ. അതെ, ഇതാരാ നോക്ക? കണ്ണൊന്ന് തുറന്നേ മോനെ. ഇതാരാ ഇത്? കണ്ണും മൂക്കും ഒക്കെ മായമ തന്നെ. മോനൊന്ന് വാ തുറന്നേ. പാപ്പച്ച, പാപ്പച്ച, പേഷ്യന്റിന് പെട്ടെന്ന് ബ്ലീഡിംഗ്. ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ ജോർജിനോട് ഉടനെ ഒന്ന് തിയേറ്ററിലേക്ക് വരാൻ പറയണം. മതി മതി മതി. ഡോക്ടർ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. It's fate.